ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ICDS സൂപ്പർവൈസറിന്റെ നിയമന നില അറിയാം. എത്ര പേർക്ക് നിയമനം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. നോക്കുക, ഇതുവരെ ഇപ്പോൾ ഈ പ്രസന്റ് ടൈം വരെ ICDS സൂപ്പർവൈസറിന്റെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 22 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അല്ലെ. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ വർഷം അല്ലെ 2025 ഡിസംബർ 1 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എന്നാണ് നോക്കി 4/11/2025 അല്ലെ. 2025 നവംബർ 4 റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തത് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 3 ഇയേഴ്സ് ആണ്. എത്ര വർഷമാണ്? 3 ഇയേഴ്സ് ആണ്. 3 വർഷമായിരിക്കും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് അല്ലെ. അപ്പം 4/11/2025 വന്ന ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 4/11/2028 വരെ ആയിരിക്കും അല്ലെ. അപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് 6 മാസം മുമ്പ് എന്ത് ചെയ്യണം? ഇതിന്റെ എക്സാം നടത്തിയിരിക്കണം. അടുത്ത എക്സാം നടത്തിയിരിക്കണം. അപ്പൊ നവംബർ 11 അല്ലെ, 11 എന്താണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. അപ്പോൾ 2028 അല്ലെ, 2028 മെയ് മാസം 2028 മെയ് മാസം എന്ത് ചെയ്യണം? അതിന്റെ എക്സാം നടക്കണം. 2028 മെയ് മാസം അതിന്റെ എക്സാം നടക്കണം അല്ലെ. 2028 മെയ് മാസം എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 2028 മെയ് ആണ് അല്ലെ. 2028 മെയ്യില് എക്സാം നടക്കണമെങ്കിൽ അതിന് 6 മാസം മുമ്പ് എന്ത് വരണം? നോട്ടിഫിക്കേഷൻ വരണം. അതിന് 6 മാസം മുമ്പ് എന്ത് വരണം? നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്നാണ്? 2027 നവംബർ ആണ്. അപ്പൊ 2027 നവംബറോടുകൂടി എന്താണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ, ICDS സൂപ്പർവൈസറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ 2027 നവംബർ അല്ലെ, 2027 നവംബറിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അന്ന് വന്നിട്ട് പഠിക്കാം എന്നും കരുതിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായി? അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കിപ്പോൾ പ്രായപരിധിയൊക്കെ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. ഏകദേശം എന്താണ് എക്സ്പെക്റ്റഡ് അഡ്വൈസ് പോകുന്നത് 200-ന് മുകളിൽ അഡ്വൈസ് പോകുന്ന ഒരു പോസ്റ്റാണ് ICDS സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനു വേണ്ടിയിട്ട് മാസ്റ്റർ കി അക്കാഡമി ICDS സൂപ്പർവൈസറിന്റെ ഒരു ലോങ് ടൈം ബാച്ച് ആരംഭിക്കുകയാണ്. മെയ് 1st വീക്ക് മുതലായിരിക്കും നമ്മൾ ആ ലോങ് ടൈം ബാച്ച് ആരംഭിക്കുന്നത്. അപ്പൊ ഈ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് വഴി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി. നമ്മളൊരു ഫ്രീ വെബിനാറൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട, ഇപ്പോൾ തന്നെ മാസ്റ്റർ കി അക്കാഡമിയുടെ വാട്സപ്പ് ചാനലിൽ എന്താണ് ജോയിൻ ചെയ്യുക. ICDS സൂപ്പർവൈസറിന്റെ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് ജോലിയിൽ കയറാവുന്നതാണ് അല്ലേ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് നമ്പർ ഓഫ് റിവിഷൻസ് നടത്താം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. മാക്സിമം MCQ ചെയ്തു നോക്കാം. അങ്ങനെ ഹോട്ട് ടോപ്പിക്സ് മൊത്തം നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ലോങ് ടൈം ബാച്ചിലുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഞങ്ങളുടെ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്യൂ. ബൈ.